നമ്മൾ തകർക്കും, നമ്മൾ തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി, സായാഹ്നം സാക്ഷിയായി, പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ. ഉദ്ഘാടനവും ഓഫീസ് ഇവിടെ വെച്ച് നടക്കുന്നത്. കൂടുതലൊന്നും പറയാതെ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ യോഗം പ്രധാനമായും നമുക്ക് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതലൊന്നും കാര്യങ്ങളിലേക്ക് കടക്കാതെ നമ്മുടെ ഈ കൺവെൻഷൻ യോഗത്തിലേക്ക് തന്നെ കടക്കുന്നു. അതുപോലെ തന്നെ എന്നിൽ അർപ്പിതമായ ാണ്. അപ്പോൾ ഈ വൈകിയ വേളയിൽ എല്ലാവരെയും പേരെടുത്ത് സ്വാഗതം അരുളില്ല എങ്കിലും ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ ചില പരിചിതമായ മുഖങ്ങളുണ്ട്. അവരെ ഒന്ന് ഓർത്തെടുത്തില്ലെങ്കിൽ ഈ വേദി നമുക്ക് തീരാ നഷ്ടമായിരിക്കും. കാരണം നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ചാണ് നമുക്കിവിടെ പറയാനുള്ളത്. കുമ്പള പഞ്ചായത്തിൽ പണ്ട് മുതലേ പ്രവർത്തിക്കുന്ന നമ്മളെ ബഷീർ മുഹമ്മദ് നമ്മുടെ എളിയ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ അദ്ദേഹത്തിന് ആദ്യമായി ഡിസംബർ മാസം 11-ാം തീയതി നടക്കുന്ന കേരളത്തിന്റെ പഞ്ചായത്ത് ഇലക്ഷൻ ഈ വാർഡിൽ നിന്ന് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട BP അബ്ദുൽ ഖാദർ ഹാജി, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട അഷ്റഫ് കർമ്മയും, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട അസീസ് കളത്തൂർ, 3 പേരുടെയും തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏണിയാണ്. ആ ഇലക്ഷന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നമ്മുടെ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഇലക്ഷൻ ഓഫീസുകൾ തുറക്കുന്നു. ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമായി നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ മൊബൈലുണ്ട്. നമ്മൾ ഒന്നെങ്കിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഇന്ത്യയിലെയും ലോകത്തിന്റെയും രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഓരോ നിമിഷവും കൃത്യമായി കാണുകയും അത് ചർച്ച ചെയ്യുന്ന ആളുകളുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ തെരഞ്ഞെടുപ്പ് കേരളം കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായ ഒരു വിജയത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അവരുടെ മുമ്പിലെത്തിയ ഒരു ഇലക്ഷനാണ്. അതോടൊപ്പം ഇന്ത്യ എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ഇന്ത്യയെ മതത്തിന്റെ പേരിൽ വർഗീയവൽക്കരിച്ച് ഈ രാജ്യത്തെ സമ്പൂർണമായി ലോകത്തിന്റെ നിറയിൽ ഒറ്റപ്പെടലിന്റെയും കലാപങ്ങളുടെയും ഒരു ഭൂമികയാക്കി മാറ്റിയ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരെ BJPക്കെതിരെയുള്ള വിജയം നടത്തുന്ന ഒരു ഇലക്ഷനാണ് നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നത്. നമുക്കൊക്കെ അറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിലേക്ക് 11-ാം തീയതി നിങ്ങൾ പോകുമ്പോൾ അതിന്റെ 2 ദിവസം മുമ്പാണ് 9-ാം തീയതി ഒരു പുതിയ വോട്ടർ ലിസ്റ്റ് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത്. എന്ന് വെച്ചാൽ 9-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് പ്രചരണം അവസാനിക്കുന്നത്. ആ പ്രചരണം അവസാനിക്കുമ്പോൾ തിക്കും തിരക്കിനിടയിൽ, ആ ബഹളത്തിനിടയിൽ ഒരു വോട്ടർ ലിസ്റ്റ് പുറത്തിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ എന്റെയും നിങ്ങളുടെയും പൊതുജീവിത ഓർമ്മകളിൽ ഒരു പ്രത്യേക അനുഭവമായി നമ്മൾ കാണുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരുടെ മൊബൈലിലേക്ക് വരുന്ന കോളുകൾ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത്. പാർട്ടി ഓഫീസിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ നമ്മുടെ ലീഗ് ഓഫീസിൽ പാർട്ടി
പാർട്ടി ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗങ്ങളല്ലാതെ ഒരു യോഗം ആ സമയത്ത് നടക്കാറില്ല. ഞാനും തന്റെ കയ്യാലും പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മണിക്കൂറുകളോളം പാർട്ടി ഓഫീസിൽ ചർച്ച നടത്തിയത് SIR-ന് ചുരുങ്ങിയ ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. ഈ ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ നമ്മുടെ മണ്ഡലത്തിൽ മുഴുവൻ ആളുകൾക്ക് എലിമിനേഷൻ ഫോം വാങ്ങി അത് ഫില്ല് ചെയ്യാൻ സഹായിച്ച് അത് PLAയുടെ കയ്യിലെത്തിയപ്പോൾ അവരത് സമ്പൂർണമായി അവരുടെ കയ്യിലുള്ള മൊബൈലിൽ എൻ്റർ ചെയ്യുന്നു എന്നുള്ളത് ഫോളോ അപ്പ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ യോഗം ചേർന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായി ഇലക്ഷൻ നടക്കുമ്പോൾ, ഈ കഴിഞ്ഞ ഇലക്ഷൻ നടക്കുമ്പോൾ ബീഹാറിലാണ് SIR എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യക്കാർ അറിയുന്നത്. തീവ്ര വോട്ടർ ലിസ്റ്റ് പരിശോധന SIR വന്നപ്പോൾ നമ്മളെല്ലാവരും ആ SIR-നെ ഇങ്ങനെ പത്രങ്ങളിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ത്യക്കാരുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു, ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം ആളുകളെ പുറന്തള്ളിയിട്ടുണ്ട്. അത് മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ദലിതുകളാണ്. രാഹുൽ ഗാന്ധി അത് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ ടെലിവിഷനിൽ കേട്ടു, പത്രങ്ങളിൽ അത് വായിച്ചു. കുറെ കഴിയുമ്പോൾ രാഹുൽ മഹാരാഷ്ട്രയിൽ തോറ്റപ്പോൾ പറഞ്ഞു, അവിടെ തോറ്റത് ഞങ്ങളല്ല, ഇലക്ഷൻ കമ്മീഷൻ വോട്ട് കള്ളത്തരം നടത്തിയിട്ടുണ്ട്. ഹരിയാനയിൽ തോറ്റപ്പോ ഒരു പ്രത്യേക പത്രസമ്മേളനം നടത്തിയിട്ട് ആ മനുഷ്യൻ ഇന്ത്യക്കാരോട് പറഞ്ഞു, അവിടെയും വോട്ട് കൊള്ള നടത്തിയിട്ടുണ്ട്. 65 ലക്ഷം ആളുകളെ വെട്ടിനിരത്തിയ ബീഹാറിൽ ഒരു മാസം പോലുമായിട്ടില്ല ഇലക്ഷൻ നടന്നത്. റിസൾട്ട് വന്ന ഒരാഴ്ചയിൽ പിന്നിടുന്നുള്ളൂ. 202 സീറ്റോട് കൂടുതൽ വന്നത്. നമ്മൾ ഞെട്ടിപ്പിച്ചത് 73 മണ്ഡലങ്ങളിലാണ് NDA 300 വോട്ടിന് 600 വോട്ടിന് 1000 വോട്ടുകൾക്ക് ജയിച്ചത്. ആ 73 മണ്ഡലങ്ങളിൽ ഒരു ബൂത്തിൽ നിന്ന് 50 വോട്ട് വീതം 10,000 വോട്ടുകളാണ് SIR-ന്റെ പേരിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഡിലീറ്റ് ചെയ്തത്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നമ്മൾ SIR എന്ന് പറയുന്ന വോട്ടർ ലിസ്റ്റ് ശുദ്ധീകരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകനെ വെച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ചോദിച്ചത് ഇതെന്തിന് നടത്തുന്നു എന്നുള്ളത്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, ഇവിടെ 60 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ട്, 70 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ട്, പെട്രോമാക്സിന്റെ കാലത്ത് പഞ്ചായത്തിലേക്ക് ആദ്യം ജയിച്ചപ്പോൾ സന്തോഷം പങ്കിട്ട ആളുകളുണ്ട്, മൊബൈൽ ഇല്ലാത്തൊരു കാലത്ത് പാർട്ടി പ്രവർത്തനം നടത്തിയ ആളുകളുണ്ട്, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഈ ഗ്രാമത്തിലേക്ക് വരുന്നതിന് മുമ്പ് മണ്ണെണ്ണ വിളക്കിന്റെ വീടുകളിൽ താമസിച്ച തലമുറയിൽ ആളുകളും ഇവിടെയുണ്ട്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഇലക്ഷനാണ് നമ്മുടെ മുമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് ആരുടെ കൂടെ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പാർലമെന്റിൽ അതിശക്തമായി പോരാടുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഉയർത്തിപ്പിടിക്കുന്ന മതേതൃത്വത്തിന്റെ നിലപാടുകളോട്, ജനാധിപത്യ സംരക്ഷണ പോരാട്ടത്തോട്, ഭരണഘടന സംരക്ഷണ പോരാട്ടത്തോട് പിന്തുണ നൽകേണ്ട ഒരു ഇലക്ഷനാണ് പഞ്ചായത്തിൽ നമ്മുടെ മുമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റുള്ള സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കേരളം പണ്ടൊക്കെ നമ്മൾ അഭിമാനിക്കുന്നത് കേരളം ആര് ഭരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് LDF അല്ലേ, CPM അല്ലേ എന്ന് പറയും. SIR-ന്റെ മാത്രം കാര്യമെടുക്കൂ. SIR വന്നപ്പോ തൊട്ടടുത്ത സ്റ്റാലിൻ പറഞ്ഞു, എന്റെ സംസ്ഥാനത്തെ SIR നടപ്പിലാക്കാൻ ഞാൻ അനുവദിക്കില്ല, ഉദ്യോഗസ്ഥന്മാരെ വിട്ടുതരില്ല. തൊട്ടപ്പുറത്ത് മമതാ ബാനർജി പറഞ്ഞു, ഞാനും വിട്ടുതരില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്റെ ഇലക്ഷൻ സമയത്ത് SIR-ന്റെ പ്രക്രിയ നടക്കുമ്പോ അദ്ദേഹത്തിന്റെ കീഴിലുള്ള കേരളത്തിന്റെ ഖജനാവിൽ ശമ്പളം കൊടുക്കുന്ന ടീച്ചേഴ്സിനോടും അംഗൻവാടി ടീച്ചേഴ്സിനോടും പറഞ്ഞുകൂടെ? തന്റേടത്തോടുകൂടി എന്റെ സംസ്ഥാനത്ത് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഒരുങ്ങുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരെ തരില്ല എന്ന് സ്റ്റാലിനെ പോലെ പറയാൻ പിണറായിക്ക് കഴിയില്ല. ഞാൻ ഈ അടുത്ത് കേരളത്തിന്റെ എന്താണ് PMC? ഇന്ത്യയിലെ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും നമ്മുടെ കുട്ടികളുടെ മസ്തിഷ്കത്തിലേക്ക് RSSന്റെ വിഷബീജം കുത്തിവെക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണത്തിന്റെ വിഷം പുരട്ടിയ ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ്. ആ പദ്ധതി കേരളത്തിന്റെ അസംബ്ലിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, എന്റെ സംസ്ഥാനത്ത് PMC നടപ്പിലാക്കില്ല. നിങ്ങളൊക്കെ കണ്ടതല്ലേ, BJP ഡൽഹിയിലേക്ക് പോകുന്നു, സിറ്റിംഗ് നടത്തുന്നു, തിരിച്ചു വന്ന് ഞങ്ങളോട് വേണ്ട അതേ മന്ത്രിസഭയിൽ
CPIയുടെ മന്ത്രിമാർക്ക് പോലും അറിയാതെയാണ് PMC ഒപ്പുവെച്ചത്. CPIയുടെ മന്ത്രിമാർ മന്ത്രിസഭ ബഹിഷ്കരിച്ചു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി അനിശ്ചിതമായ നിലപാട് പ്രഖ്യാപിച്ചു. ഞാൻ ചോദിക്കുന്ന ചോദ്യം, കേരളം മെല്ലെ മെല്ലെ CPM അവരുടെ രേഖകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോലും വാട്സാപ്പിൽ BJPയുടെയും CPMന്റെയും ഒരു ശബ്ദം കാണുന്നുണ്ട്. പാലത്തായിലെ കേസിൽ വിധി വന്നപ്പോൾ ഒരു CPMന്റെ നേതാവിന്റെ പരാമർശം ശശികല ടീച്ചറും ഹിന്ദു ഐക്യവേദിയും പിന്തുണയ്ക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത പുലർത്തേണ്ട ഒരു ലക്ഷണമാണ്. കുമ്പള പഞ്ചായത്തിന്റെ ഈ പ്രദേശം ഐക്യജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ പാത്രമായി മാറണം. നമുക്ക് ഈ പഞ്ചായത്ത് നമ്മുടെ കയ്യിൽ കാലങ്ങളായി നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്താണ്. കാലങ്ങളായി നമ്മൾ ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്ത് പ്രാവശ്യം നമ്മൾ ഭരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. 2026 കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ 100 സീറ്റിലധികം വാങ്ങിക്കൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളതിന്റെ ശുഭകരമായ ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ട് ആർക്ക് എന്ന് ചോദിച്ചാൽ ഒരു കാരണവുമില്ലാതെ ഞങ്ങളെ ടെൻഷൻ എടുപ്പിക്കുന്ന, ഞങ്ങളൊക്കെ ഇന്ത്യക്കാരല്ലേ, ഞങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റില്ലേ, ഞങ്ങളുടെ പാസ്പോർട്ടില്ലേ, ഞങ്ങളുടെ റേഷൻ കാർഡില്ലേ, ഞങ്ങളുടെ ആധാർ കാർഡില്ലേ, പിന്നെ എന്തിന് ഞങ്ങൾ സ്ഥിരമായി വോട്ട് ചെയ്ത് ഞങ്ങളുടെ ലിസ്റ്റിലേക്ക് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ബീഹാറിൽ നിന്ന് കേട്ട വാർത്ത പോലെ ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അദ്ദേഹം പലപ്പോഴും പല പ്രതിപക്ഷ അംഗങ്ങളും ഉയർത്തിയതുപോലെ അദ്ദേഹം പോലും BJPയുടെ ഈ സംഭവത്തിന് കൂട്ടുനിന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വോട്ട് ജാഗ്രതയോടുകൂടി വർഗീയതയ്ക്കെതിരെ, ഒരുമയ്ക്ക് വേണ്ടി SIR പോലെയുള്ള ഈ നാൾക്കെതിരെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ വാർഡിലേക്ക് മത്സരിക്കുന്ന BP അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മനുഷ്യനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ആർക്കുമില്ല. ഞാൻ ദീർഘകാലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ലീഡർഷിപ്പിൽ വരുമ്പോൾ BP അബ്ദുൽ ഖാദർ പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായി 3-4 വർഷക്കാലം യുവജന രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച ഓർമ്മകൾ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിന് മുമ്പും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും മത്സരിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ പാർട്ടി പ്രവർത്തനങ്ങളിലും പൊതുരംഗത്തും നിറഞ്ഞു നിൽക്കുന്ന BP അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടുകാരനെ ഏറിയ അധികാരത്തിൽ ഭൂരിപക്ഷത്തോടു കൂടി പഞ്ചായത്തിലേക്ക് നിങ്ങൾ വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ രണ്ടാമത്തെ വോട്ടും നമ്മുടെ എതിരാളികൾക്ക് പോലും നമ്മുടെ സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥികളെയാണ് ഐക്യജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും 1, 2, 3 നിങ്ങളുടെ 3 വോട്ടുകൾ ഈ രാജ്യത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന മതേതര നിലപാടുകൾക്ക് വർഗീയതക്കെതിരെയുള്ള വോട്ടാക്കി 11-ാം തീയതി എല്ലാവരും രേഖപ്പെടുത്തി 13 റിസൾട്ട് വരുമ്പോ അത് BJPക്കാരന്റെ കരണത്തെ കടിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ ദുർഭരണത്തിന്റെ വിധിയെഴുത്താക്കി മാറ്റാൻ പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറ്റവും വിപുലമായി മനോഹരമായി സംഘടിപ്പിച്ച 20-ാം വാർഡിലെ ഈ കൺവെൻഷൻ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് യൂണിയൻ. എല്ലാവരുടെയും ചേർന്ന് 23 വർഷക്കാലം അധികാരത്തിലുണ്ടായിരുന്നെങ്കിലും അവസാനം കോൺഗ്രസിന്റെ പിന്തുണയോടെ കൂടി ഇവരുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത് KP അബ്ദുൽ റഹ്മാന്റെ വഞ്ചനപരമായ തീരുമാനത്തിലായിരുന്നെന്ന കാര്യങ്ങളെ അവർക്കും ഓർമ്മയുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വഞ്ചനകൾ അവസാനിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെയും ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥികളായ കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കന്മാരെ ഒരിക്കൽ കൂടി എല്ലാ ഡിവിഷനുകളിലേക്കും വിജയിപ്പിക്കണമെന്ന് വിരൂപമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സീറ്റിലാണ് പഞ്ചായത്ത് വെച്ച് BJP 9 സീറ്റ് വിജയിച്ചു. അതിന്റെ ഭവിഷ്യത്ത് 5 കൊല്ലം പ്രയാസം നമ്മൾ അനുഭവിച്ചു. ഇല്ലാത്ത കാര്യം ഉള്ളതും ഇല്ലാത്ത ഒരുപാട് കഥകൾ ഉണ്ടാക്കി ഇവിടെ പേര് BJP അത്രയും നമ്മളെ UDF എല്ലാ ആ വോട്ടുകളൊക്കെ പിടിച്ച് ഇല്ലാതാക്കുന്നത്. പക്ഷേ എന്ത് ഭാഗ്യം കൊണ്ട് നമ്മൾ ചെറുത്ത് നിൽക്കുന്നതുകൊണ്ട് 5 വർഷം നമ്മൾ വേണം പൂർത്തിയാക്കി. അത് ലാസ്റ്റ് രാഷ്ട്രീയ സെക്രട്ടറി ആ സെക്രട്ടറി കൂട്ടുപിടിച്ച് ഒരുപാട് എല്ലാ കഥകളുണ്ടാക്കി നമ്മളെ നടിക്കാൻ വേണ്ടി ഒരുപാട് കഥകൾ അവരുണ്ടായി. അവസാനമായിട്ട് ഒരു 3 മാസം മുമ്പ് കുമ്പള ഫിഷ് മാർക്കറ്റിനുള്ളിൽ കുമ്പള പഞ്ചായത്തിനുള്ളിൽ ബിൽഡിങ്ങിൽ അതിൻ്റെ അകത്ത് ഒരു ബീഫ് സ്റ്റാളിന് ലൈസൻസ് കൊടുത്ത്
റോബർട്ട് ചാനലാണ് ലൈസൻസ് കൊടുത്തത്, പൈസയൊക്കെ അടിച്ച് നിയമപരമായിട്ട് ലൈസൻസ് കൊടുത്ത സെക്രട്ടറി. അത് കൊടുത്തിട്ടാണ് BJP ആളുകൾ അതിന് ആ ബേബി സ്റ്റാറിന് ലൈസൻസ് കൊടുത്തത്. അതിന് കൊടുത്ത ആ സ്പോട്ടും പഞ്ചായത്ത് മായന്റെ പാടുണ്ട് ഒച്ചപ്പാടുണ്ടെങ്കിൽ സെക്രട്ടറിനെ പോയിട്ട് അവർ ക്ലർക്കുണ്ടായി ആസിഫ് എന്നുള്ളത് അവരൊക്കെ വളരെ നിരന്തരമായി വിമർശിക്കുകയും തെറി പറയുകയും ചെയ്തുകൊണ്ട്. പക്ഷേ ആ കൊടുത്ത ആൾ നിയമപരമായി കൊടുത്തുകൊണ്ട് അയാൾ കോടതിക്ക് കേടാവണം റെഡിയായിട്ട് നിൽക്കുമ്പോഴാണ് BJP. അപ്പോൾ നമ്മൾ ഉദാഹരണമായി പറയുന്നത് ബേബി സ്റ്റാറിന് ലൈസൻസ് കൊടുത്ത അത്രയും ആക്രമിച്ച് നമ്മൾ അത്രയും പഞ്ചായത്ത് പ്രശ്നമാക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും BJPയുടെ കയ്യിൽ ഈ ഭരണം കിട്ടിയാൽ എന്ത് ചെയ്യുന്നു വളരെ ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ഐക്യജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയായ BP അബ്ദുൽ ഖാദർ സാഹിബിനെ വളരെ ഭൂരിപക്ഷത്തിൽ കൊണ്ട് അവര് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഓതി വെച്ച് അവര് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി BJPക്ക് കൊടുത്ത് 1 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവിടുത്തെ മെമ്പറായ ഗൊഗ്ഗു തിരഞ്ഞെടുത്തു. അങ്ങനെ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഭൂരിപക്ഷം നമുക്ക് ആകെ 9ഉം അവർക്ക് 12ഉം ആയതുകൊണ്ടാണ് ഈ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവർക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പരാജയപ്പെടുന്നത് UDF മാത്രമല്ല, വിജയിക്കുന്നത് BJP ആണ്. BJPന്റെ കൂടെ നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ വിജയിക്കുന്നതെങ്കിൽ ഇനിയും അതേ രീതിയിലുള്ള ഒരു ഭരണം അവർ നടത്തും. അതുകൊണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് അറിയാത്ത ഒന്നല്ല അത്. 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി വോട്ടിട്ട് ജയിപ്പിച്ചതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഇപ്പൊ ലാസ്റ്റ് ഒരു 3 യോഗത്തിൽ പല ഭൂമിക്കാര ഒരു തൊഴിൽ കൊടുക്കുന്ന ഒരു അജണ്ട വന്നപ്പോൾ പാവപ്പെട്ട 40ഓളം തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി അവർ ജോലി കൊടുക്കാൻ ബന്ധായിട്ടുണ്ട് കടവ്. ഞങ്ങൾ അജണ്ട വെച്ച് ബോർഡിൽ വന്നിട്ടുമ്പോൾ നമ്മൾ 9 അംഗങ്ങൾ നമ്മൾ അനുകൂലമായി അതിന് തീരുമാനം എടുക്കുമ്പോൾ അതിനെതിരായിട്ട് 9 BJP അംഗങ്ങളും അതിന്റെ കൂടെ 3 CPM അംഗങ്ങളും ഒത്തുചേർന്ന് ആ തൊഴിൽ കൊടുക്കുന്ന ആ തീരുമാനം റദ്ദ് ചെയ്തതാണ്. അതൊക്കെ അവരെല്ലാവരും ഈ CPM ഒന്ന് വേറെ അല്ല, ഒന്നിച്ചിട്ടാണ് അവർ BJP CPM ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഇവിടുത്തെ CPM മെമ്പർ ഇവിടെ വന്ന് വോട്ട് വെക്കുമ്പോൾ നിങ്ങൾ പറയണം, കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഗൊഗ്ഗുവിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എങ്ങനെ കിട്ടി, അതൊന്നും ഞാൻ ഒന്ന് വിവരിച്ചാൽ മതി എന്ന് അവരോട് പറയണം. പറഞ്ഞില്ലെങ്കിൽ ഇനി അടുത്തതും അവർ BJPക്ക് സപ്പോർട്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഓരോ സംഭവം മനസ്സിലാക്കിക്കൊണ്ട് BJP CPM കൂട്ടുകൊട്ട് ഭരണം കുമ്പളയിൽ വരാതിരിക്കാൻ വേണ്ടി ഈ വാർഡിൽ BP അബ്ദുൽ ഖാദർ സാഹിബിനെ നല്ല വളരെ ഭൂരിപക്ഷത്തോടുകൂടി വോട്ട് കൊണ്ട് വിജയിപ്പിക്കണം. എല്ലാവരുടെയും ചേർത്തത് 23 വർഷക്കാലം അധികാരത്തിലുണ്ടായിരുന്നെങ്കിലും അവസാനം കോൺഗ്രസിന്റെ പിന്തുണയോടെ കൂടി ഇവരുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത് KP അബ്ദുൽ റഹ്മാന്റെ വഞ്ചനപരമായ തീരുമാനത്തിലായിരുന്നെന്ന കാര്യങ്ങളെ അവർക്കും ഓർമ്മയുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വഞ്ചനകളെ അവസാനിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെയും ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥികളായ കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കന്മാരെ ഒരിക്കൽ കൂടി എല്ലാ ഡിവിഷനുകളിലേക്കും വിജയിപ്പിക്കണമെന്ന് വിരൂപമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ 20ാം വാർഡായ ഭദ്രാനഗറിൽ യോഗത്തിലാണ് നമ്മൾ ഓരോരുത്തരും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പാണ്, നമ്മുടെ ഓരോരുത്തരുടെയും തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, നേരത്തെ ഇവിടുത്തെ ഉദ്ഘാടകനും ബഹുമാന്യനായ MLAയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസർ മുദ്രാലൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ 3 മുന്നണികളാണ്. സ്ഥാനാർത്ഥികളെ ഒന്നിച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്തയക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അതിനു വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ചേർന്ന കൺവെൻഷനാണ്. ആ കൺവെൻഷനിലാണ് നമ്മൾക്ക് ഒന്നല്ല, ഇത് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന, അവരുടെ പ്രശ്നങ്ങളെ ബാധിക്കുന്ന, അവരുടെ പ്രയാസങ്ങളെ ബാധിക്കുന്ന, അവരുടെ ദുഃഖങ്ങളെയും സന്തോഷങ്ങളെയും ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവരുമായി നേരിട്ട് ബന്ധമുള്ള സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ട
തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഒരു അബദ്ധം നമുക്ക് സംഭവിച്ചപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന മാനക്കേടിനെ കുറിച്ചും പ്രയാസത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും ബഹുമാന്യനായ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഇവിടെ പ്രതിപാദിച്ചു. ഈ പ്രദേശത്ത് നിന്ന് നിങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി വലിയ ആദർശം പ്രസംഗിച്ചാണ് അന്ന് അവർ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. വലിയ വിടുവായത്തം പറഞ്ഞാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. വലിയ മതേതരത്വം പ്രസംഗിച്ചാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. വർഗീയതക്കെതിരെ, ഫാഷിസത്തിനെതിരെ വലിയ വായിൽ പ്രസംഗിച്ച് അവസാനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിന് വിജയിച്ച് പഞ്ചായത്തിലേക്ക് എത്തിയപ്പോൾ അധികാരം കണ്ടപ്പോൾ കണ്ണു മഞ്ഞളിച്ച് അവരാരെയാണോ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശത്രുവായി പ്രഖ്യാപിച്ചത്, അവരാരെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ പൊതുസമൂഹത്തോട് ഏറ്റവും വലിയ വർഗീയവാദിയാണ് എന്ന് മുദ്ര കുത്തിയത്, അവരാരെയാണോ ഈ രാജ്യത്തിന്റെ വിധ്വംസന അലങ്കരിച്ച ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട ബഷീർ മുഹമ്മദ് ഈ വാർഡിന്റെ പ്രഗത്ഭവതികളായിട്ടുള്ള ശിഷ്യ മസ്കത്ത് KMCCയുടെ നേതാവ് കൂടിയായിട്ടുള്ള ഡിവിഷനിലേക്ക് ജനവിധിയുള്ള പ്രിയപ്പെട്ട അസീസ് കളത്തൂർ, ഈ വാർഡിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഒപ്പിച്ച പ്രിയപ്പെട്ട മുഹമ്മദ് കുഞ്ഞി, അതുപോലെ തന്നെ വാർഡ് ഇതിനോടകം നിങ്ങളോട് വളരെ സവിസ്തരമായി നേതാക്കന്മാരൊക്കെ ഇവിടെ പ്രതിപാദിച്ചു. അതുകൊണ്ട് തന്നെ ആനുകാലികമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് നിങ്ങളോട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത് സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പാണ്. സാധാരണക്കാരന് അവസരം കൊടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ പ്രതിപക്ഷമായി നമ്മുടെ എതിർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഭാര്യയും അതുപോലെ തന്നെ 2 ജോഡി ഭാര്യയും ഭർത്താവുമാണ് ഇവിടെ മത്സരിക്കുന്നത്. ഒരുത്തര് കഴിഞ്ഞ പ്രാവശ്യം 2 പേരും മെമ്പർമാരാണ്. ഇതൊന്നും പൊതിരിയാതെ ഇപ്രാവശ്യം ഭാര്യയും കൂടി കൂട്ടാം എന്നുള്ള വ്യാമോഹത്തിലാണ് അവർ മത്സരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവർക്കൊന്നും പ്രായപൂർത്തിയായ മക്കളില്ലാത്തത് കൊണ്ട് അവർ മക്കളെ കൂടി മത്സരിച്ചില്ല എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. അവർക്കെങ്കിലും മക്കൾക്കെങ്കിലും കൊടുക്കാത്തത് കൊണ്ട് കുറച്ചും ആ പാർട്ടിക്കാർക്ക് ചില ആളുകൾക്കെങ്കിലും മത്സരിക്കാൻ, യുവാക്കൾക്ക് മത്സരിക്കാൻ അവസരമുണ്ടായി എന്നുള്ളതാണ്. ഇതൊരു വിരോധാഭാസമാണ്. ഇതൊക്കെ നാട്ടിൽ കേട്ടുകേൾവിയുള്ളതാണോ? ഈ പഞ്ചായത്തിൽ ഒരു 50 വർഷത്തോളം കാലം ഇവിടെ ഭരിക്കുകയും ഇതിന് വളരെ മേജർ പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലും എത്രയോ അവസരങ്ങളുണ്ടായിട്ട് വിജയസാധ്യതയുള്ള ഒരുപാട് മേഖലകളോ വാർഡുകളോ ഉണ്ടായിട്ട് പോലും ആരെങ്കിലും ഒരു ഭർത്താവ് മത്സരിക്കുമ്പോൾ ഭാര്യയ്ക്ക് ഇവിടെ മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അതുപോലെ തന്നെ ഒരു ഭർത്താവ് ഭാര്യ മത്സരിക്കുമ്പോൾ ഭർത്താവിന് അവസരം കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ ഈ നാട്ടിൽ കേട്ട് കേൾവിയില്ലാത്തതാണ്. ഞാൻ പറയുന്നു, അധികാരക്കൊതി മൂർത്ത് അവർക്ക് എന്തെന്നില്ലാത്ത എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്കറിയാത്ത വിധത്തിൽ ഇത്തരം കഴിഞ്ഞ കാലത്തിൽ നേതൃത്വം കൊടുത്തിരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചവർക്ക് അവർക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ പലതും കഴിച്ചുകൂട്ടുകയാണ്. അതുകൊണ്ട് ഈ പതിനാനഗർ എന്ന് പറയുന്നത് വളരെ ഉത്ഭുതരായിട്ടുള്ള ജനവിഭാഗം എന്ന നിലയിൽ ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ ഈറ്റില്ലമാണ്. കാരണം ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിലും കടന്നു വന്നിരുന്നപ്പോ ഞങ്ങൾ ആസ്ഥാനമെന്നുള്ളത് ഈ ബദ്രിയാനഗറിന്റെ പള്ളിയുടെ മുമ്പിലായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം. ബഹുമാനപ്പെട്ട ബഷീർ മുഹമ്മദ് സാഹിബ് ഇവിടെയുണ്ട്, അതുപോലെ ഇവിടെ ഖുർആനിനെ പോലുള്ള ആളുകൾ എല്ലാവരും ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം പഠിച്ച മേഖലയാണ്. ഇവിടെ മുസ്ലിം ലീഗിൽ ഏറ്റവും ശക്തി ദുർഗമായിട്ടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട്
നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില അവസരങ്ങളിൽ ചില കാലിടറിയിട്ടുണ്ട്. നമുക്ക് എല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രിയപ്പെട്ട VP അബ്ദുൽ ഖാദർ ഹാജിയെ ഇവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി രംഗത്തിറക്കിയിട്ടുള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇവിടെയുള്ള നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, ഞങ്ങൾ പറയുന്നത് കുടുംബാധിപത്യത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള താക്കീതായിരിക്കണം ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു മെമ്പറിനെ വിജയിപ്പിക്കുന്നതിനപ്പുറം നമുക്കൊരു ഭരണസമിതിക്ക് വേണ്ടിയിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത്. കാരണം കഴിഞ്ഞ 50 വർഷത്തോളം കാലം ഈ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, ഈ പ്രദേശത്തിന്റെ എല്ലാ മേഖലകളിലും നേരത്തെ പറഞ്ഞു, നമ്മുടെ ആരോഗ്യ രംഗത്തായാലും ഹോസ്പിറ്റൽ സംവിധാനത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ, അതുപോലെ തന്നെ മറ്റുള്ള ആതുര സേവന രംഗങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടികൾക്കുള്ള വികസന പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ റോഡിന്റെയും പാലത്തിന്റെയും എല്ലാ കാര്യങ്ങളും ഞങ്ങളൊക്കെ പഴയ കാലത്ത് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. പഴയ കാലത്ത് നമ്മളിവിടെ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റ് വേണം, ഞങ്ങൾക്കൊരു കൽവർക്ക് വേണമെന്നാണ് ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നത്. ഇന്ന് ജനങ്ങൾക്ക് അത്തരത്തിലുള്ള ആവശ്യങ്ങളില്ല. കാരണം അതൊക്കെ ഏകദേശം ഈ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന്റെ വേദിയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. സത്യത്തില് 3 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള വോട്ട് അഭ്യർത്ഥനയുമായി നടക്കേണ്ട നമ്മൾ ഇപ്പോൾ 4 അഭ്യർത്ഥനയും അല്ലെങ്കിൽ നോട്ടീസുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. SIR എന്ന 4ാമത്തെ ഒരു സ്ഥാനാർത്ഥിയും കൂടി നമുക്ക് ഓരോ വാർഡിലുമുണ്ട്. 3 പഞ്ചായത്തിലേക്ക്, ത്രിതല പഞ്ചായത്തിലേക്ക് 3 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പ്രചരണം നടത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ SIR-ന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. പഞ്ചായത്തിലേക്ക്, അതല്ലെങ്കിൽ ഈ ത്രിതല പഞ്ചായത്തിലേക്ക് 5 വർഷത്തേക്കാലാണ് കാലാവധിയെങ്കിൽ SIR-ൽ നാം പരാജയപ്പെട്ടു പോയാൽ ആജീവനാന്തം നമുക്ക് വിലക്ക് കൽപ്പിക്കുന്ന ഒരു രീതിയിലാണ്. നമ്മുടെ പ്രവർത്തകരെല്ലാം SIR-ന്റെ പിന്നിലാണ്, അതോടൊപ്പം തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിലുമാണ്. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നമുക്കിവിടെയാണ് ഇന്നുള്ളത്. ഭരിക്കുന്ന ഏത് വർഗത്തിനെതിരെയും മറുഭാഗം ഇത്തരത്തിലുള്ള പ്രചരണം ഇപ്പൊ നടത്തുന്നത് നാം സാധാരണ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മളെ വാർഡിന്റെ 10 വർഷമാണ്. ഭരിക്കുന്ന പാർട്ടി അതിന് വ്യക്തമായ തെളിവൊക്കെ അവിടെയുണ്ട്. അവര് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഒരുപാട് വായികളിലൂടെ പറഞ്ഞ് പ്രചരിപ്പിച്ച് കുപ്രചരണം ഉണ്ടാക്കാന്നല്ലാതെ അതൊന്നും മാസം ഡിസംബർ 11 നടക്കുകയാണ്. തീർച്ചയായും രാഷ്ട്രീയ കാര്യങ്ങൾ മുൻ പ്രാസംഗികന്മാർ പ്രസംഗിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ കളയുന്നില്ല. എങ്കിലും നമുക്കറിയാം, നമ്മുടെ വാർഡുകളിൽ വന്ന് വീടുകളിൽ കയറി കള്ള പ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വികസനം, എന്ത് വികസനമാണ് ബൊഗ്രായിൽ നടന്നുള്ളതെന്ന് നിങ്ങൾക്ക് പോയി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആരിക്കാടി, കുമ്പോൽവാടി, ഇവർ കാണിക്കുന്ന വികസനം എന്താണ്? നമ്മുടെ MLA കൊണ്ടുവന്ന വികസനവും നമ്മുടെ ജില്ല കാണിച്ചുകൊണ്ട് അത് എന്റേതാണെന്ന് അവകാശപ്പെടുന്നവരാണിവർ. തീർച്ചയായും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ 10 വർഷക്കാലം നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്കറിയാം, ഒരു വാർഡ് മെമ്പർ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അവർ അവരുടെ കാര്യങ്ങൾ അവരുടെ സ്ഥലത്തേക്ക് മാത്രമേ വികസനം എത്തിക്കുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് കഴിഞ്ഞ 10 വർഷം സംഭവിച്ചത്. നമ്മുടെ പ്രദേശങ്ങളിലേക്ക് വികസനം എത്തിക്കാൻ അവർ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നും, അതുപോലെ തന്നെ വികസനത്തെ കാര്യങ്ങളായാലും ഏത് കാര്യത്തിലും നിങ്ങൾ പ്രവർത്തിക്കും ഞാൻ ഉറപ്പ് നൽകുന്നു. പിന്നെ ചില കാര്യങ്ങൾ ചെറുപ്പക്കാർ, അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിലുള്ളവർ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. തീർച്ചയായും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി നിങ്ങളോട് കൂടെ ഒപ്പമുണ്ടാവുമെന്നും അത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക മാത്രമല്ല അത് നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി
എവിടെ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെന്നും നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് നടപ്പാക്കേണ്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും കാര്യങ്ങൾ സൂചിപ്പിക്കാവുന്നതാണ്. തീർച്ചയായും അതിനൊക്കെ നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വരുന്ന 11-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡിൽ എന്നെയും ബ്ലോക്ക് പഞ്ചായത്തിൽ അഷ്റഫ് കാർലിയും ജില്ലാ പഞ്ചായത്ത് SS കൽത്തുനെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥന നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. അടടാ ഇടതാ മലകേറ് കോണി വരുന്നു വഴിമാറ് കാണാത്തവരത് കാണട്ടെ കണ്ടവർ ചേർത്ത് പിടിക്കട്ടെ. അടടാ ഇടതാ മലകേറ് കോണി വരുന്നു വഴിമാറ് കാണാത്തവരത് കാണട്ടെ കണ്ടവർ ചേർത്ത് പിടിക്കട്ടെ. കണ്ടില്ലേ കണ്ടില്ലേ വികസന പടിയുള്ള പൊൻകോണി കണ്ടാലും കണ്ടാലും കൊതി തീരാത്തൊരു പൊൻകോണി. അടടാ ഇടതാ മലകേറ് കോണി വരുന്നു വഴിമാറ് കാണാത്തവരത് കാണട്ടെ കണ്ടവർ ചേർത്ത് പിടിക്കട്ടെ. അടടാ ഇടതാ മലകേറ് കോണി വരുന്നു വഴിമാറ് കാണാത്തവരത് കാണട്ടെ കണ്ടവർ ചേർത്ത് പിടിക്കട്ടെ. അടടാ ഇടതാ മലകേറ് കോണി വരുന്നു വഴിമാറ് കാണാത്തവരത് കാണട്ടെ കണ്ടവർ ചേർത്ത് പിടിക്കട്ടെ. കണ്ടില്ലേ കണ്ടില്ലേ വികസന പടിയുള്ള പൊൻകോണി കണ്ടാലും കണ്ടാലും കൊതി തീരാത്തൊരു പൊൻകോണി. അടടാ ഇടതാ മലകേറ് കോണി വരുന്നു വഴിമാറ് കാണാത്തവരത് കാണട്ടെ കണ്ടവർ ചേർത്ത് പിടിക്കട്ടെ. കേരളത്തിൽ SIR പ്രക്രിയ ആരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്താണ് SIR? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് SIR. അതുകൊണ്ട് SIR നടപടിയുമായി എല്ലാവരും സഹകരിക്കണം. നവംബർ 4 മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലെത്തും. അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം. 2002-ലെ SIR രേഖകളിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകാം. 2002-ലെ SIR രേഖകളിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അതിൽ പേരുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെയോ ബന്ധുക്കളുടെയോ വിവരങ്ങൾ നൽകാം. നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയും. ഓർക്കുക, SIR എന്നത് രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനും അതുവഴി ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയാണ്. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിന
City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.